ഒരു വർഗീയത പ്രചരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ പൊതുമധ്യത്തിൽ നടക്കുമ്പോഴാണ് അതിനാക്കം കൂട്ടുന്ന രീതിയിൽ പ്രതിപക്ഷ നേതാവിന്റെ ഒരു പ്രതികരണം കൂടി വരുന്നത്. സൂംബ ഡാൻസ് ആരെയും അടിച്ചേൽപ്പിക്കരുത് എന്നുള്ളതാണ് വി.ഡി. സതീശൻ പറയുന്നത്. അപ്പോൾ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പക്ഷേ മറ്റൊരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അതെ, രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് അതുമായി ബന്ധപ്പെട്ട് വളരെ പുരോഗമനപരമായ ഒരു നിലപാട് തന്നെ സ്വീകരിച്ചു. സാധാരണഗതിയിൽ ഇതിനൊപ്പം ചാടുകയാണ്. പക്ഷേ MSF ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുന്ന ഒരു ഫാത്തിമ തെഹ്ലിയും അതുപോലെ തന്നെ നവാസും ഒക്കെ എടുത്ത ഒരു നിലപാട് അവർക്ക് ഇത് മനസ്സിലാവുന്നില്ല. അവരിപ്പോഴും ഈ ചെറിയ ഒരു കിണറിനുള്ളിലെ തവളയായിട്ട് ഇവർ നിൽക്കുകയാണ്. ഈ രാജ്യത്തെ സാമൂഹിക സാഹചര്യം എങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു, ഹിന്ദുത്വ ശക്തികൾ എങ്ങനെയൊക്കെ കടന്നു കയറുന്നു എന്നൊന്നും തിരിച്ചറിയാനുള്ള ഒരു സാമാന്യമായ ഒരു തലം പോലും ഇല്ലാതെയാണ് ഇവരൊക്കെ പ്രവർത്തിക്കുന്നത്. അതുണ്ടാക്കാൻ പോകുന്ന സാമൂഹ്യ പ്രത്യാഘാതങ്ങൾ വളരെ വലുതായിരിക്കും. അതിന് അവസരം കൊടുക്കാതിരിക്കുക എന്ന് ബുദ്ധിപരമായി ചെയ്യേണ്ട ഒരു സംഗതി. തീർച്ചയായും. ഇപ്പോൾ MA ബേബിയുടെ ഒരു പ്രതികരണം ഈ വിഷയത്തിൽ ഏറ്റവും പ്രസക്തം കൂടിയായിരുന്നു. മതം വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ആജ്ഞാപിക്കാൻ പുറപ്പെടരുതെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബിയും പ്രതികരിച്ചു. അപ്പോൾ നമുക്ക് ഈ വിഷയത്തിലെ വിവിധ പ്രതികരണങ്ങളൊന്ന് കാണാം. സൂംബ ഡാൻസിനെതിരായ വലിയ തലത്തിലുള്ള വ്യാജ പ്രചരണമാണ് നടക്കുന്നത്. ഇതിനെതിരെ ഇടതുപക്ഷം ഉൾപ്പെടെ രംഗത്ത് വരുമ്പോൾ വർഗീയതയ്ക്ക് കുടപിടിക്കുന്ന നിലപാടാണ് പ്രതിപക്ഷ നേതാവ് V.D. സതീശൻ കൈക്കൊള്ളുന്നത്. സൂംബ ഡാൻസ് ആരെയും അടിച്ചേൽപ്പിക്കരുതെന്നാണ് V.D. സതീശൻ പറഞ്ഞത്. എല്ലാവരും സൂംബ ഡാൻസ് ചെയ്യണം, ചെയ്തേ മതിയാവും എന്ന് പറഞ്ഞാൽ അടിച്ചേൽപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. നിങ്ങളെല്ലാവരും സൂംബ ഡാൻസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പറ്റുമോ? പ്രതിപക്ഷ നേതാവ് അനുകൂലിക്കാതിരിക്കുമ്പോഴും സൂംബ ഡാൻസിനെ അനുകൂലിച്ചാണ് യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തിയത്. വിവാദത്തിന്റെ ആവശ്യമില്ലെന്നും സ്കൂൾ തലത്തിൽ തന്നെ ആരോഗ്യ സംരക്ഷണം അനിവാര്യമാണെന്നുമാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചത്. ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള അത്തരം കാര്യങ്ങളൊന്നും വിവാദമാകേണ്ടെന്ന കാര്യമില്ല. അതേസമയം മതം വിദ്യാഭ്യാസപരമായ കാര്യങ്ങളിൽ ആജ്ഞാപിക്കാൻ പുറപ്പെടരുതെന്നാണ് CPIM ജനറൽ സെക്രട്ടറി MA ബേബി പ്രതികരിച്ചത്. അല്പവസ്ത്രം ധരിച്ചാണ് സൂംബ നടത്തുന്നതെന്നത് അറിവില്ലായ്മയാണെന്നും സമചിത്തമായ ആശയവിനിമയത്തിലൂടെ സംവാദം നടത്താമെന്നും MA ബേബി കൂട്ടിച്ചേർത്തു. മതം വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ആജ്ഞാപിക്കാൻ പുറപ്പെടരുത്. അവർക്ക് അഭിപ്രായം പറയാം, ഇതാണ് നല്ലത്, ഇത് മോശമാണ്. പക്ഷേ ഒരു ആധുനിക മതനിരപേക്ഷ ജനാധിപത്യ രാഷ്ട്രത്തിൽ മതം വിദ്യാഭ്യാസത്തിൽ നിന്ന് മാറി നിൽക്കണം. മറ്റ് ഇടത് നേതാക്കളും സൂംബ നൃത്തത്തെ അനുകൂലിച്ച് രംഗത്തെത്തി. ഇത്രയും ഇങ്ങനെ ഒരു വികല ചിന്ത ഇപ്പോഴും ഉണ്ടാകുന്നു എന്നുള്ളത് ഉചിതമാണോ എന്നെല്ലാവരും ആലോചിക്കണം. എവിടെയാണ് അല്പവസ്ത്രം ധരിക്കുന്നത്? അതിനെയും മതത്തോട് കൂട്ടിച്ചേർത്ത് ഇവിടെ അവതരിപ്പിക്കുക. ഇതെല്ലാം എത്രമാത്രം ഒരു ആധുനിക സമൂഹത്തിന് ചേർന്നതാണ് എന്ന് ഇത്തരം വാദങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആളുകൾ സ്വയം ആലോചിക്കേണ്ടതാണ്. അപ്പോൾ കായികമായിട്ട് ശാരീരികമായും മാനസികമായും ഉന്മേഷം കിട്ടുന്ന ഒരു നൃത്തരൂപം അല്ലെങ്കിൽ ഒരു കായികമായിട്ടുള്ള ഒരു വ്യായാമ മുറ എന്നുള്ള നിലയിൽ അതിനെ കണ്ടാൽ മതി. കേരളത്തിലെ സാമൂഹിക സാഹചര്യങ്ങൾക്കനുസരിച്ചായിരിക്കണം സ്കൂളുകളിൽ ഉണ്ടാകുന്ന പരിഷ്കാരങ്ങളെന്ന് V. മുരളീധരൻ പ്രതികരിച്ചു. അതേസമയം വിഷയത്തിൽ പ്രതികരിക്കാൻ ആര്യാടൻ ഷൗക്കത്ത് തയ്യാറായിട്ടില്ല. ചോദ്യങ്ങളോട് ഒഴിഞ്ഞു മാറുകയാണ് ഷൗക്കത്ത്. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.